പെർസെൻറ്റേജിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോസ് കാപ്പൻ. നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇടുന്ന വീഡിയോസ് ഒന്നും മിസ്സായി പോവാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. ഡെയിലി നമ്മൾ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്. മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ടോപ്പിക്ക് തിരിച്ച് അതിലെ PYQs ആണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പെർസെൻറ്റേജിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേയുള്ള 5 വീഡിയോകൾ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അങ്ങനെ ഓർഡറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ, ഇവിടെ ഒരു 3 ചോദ്യങ്ങൾ 2024 ഈ 3 ചോദ്യങ്ങളും. ഇനി ഇവിടെ ഒരു 5 ചോദ്യങ്ങൾ, അതും 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് സ്വന്തമായി ചെയ്ത് നോക്കുക. കിട്ടുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കണം എന്നില്ല, കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക, വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഇടത് സൈഡിൽ ചോദ്യം മാർക്ക് ചെയ്യാതെയും വലത് സൈഡിൽ അതേ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ട് സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 55% പെൺകുട്ടികളാണ്. ഒരു സ്കൂളിലെ കുട്ടികളിൽ 55% പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബാക്കിയുള്ള 45% ആരായിരിക്കും? ആൺകുട്ടികളായിരിക്കും അല്ലേ. അപ്പോൾ ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ബാക്കി 45% ആൺകുട്ടികളാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് പെൺകുട്ടികളിൽ 90% പേര് ജയിച്ചു എങ്കിൽ 10% പേര് തോറ്റു കാണും അല്ലേ. ആൺകുട്ടികളിൽ 80% പേര് ജയിച്ചെങ്കിൽ ബാക്കി 20% പേര് തോറ്റു കാണും അല്ലേ. തോറ്റ കുട്ടികൾ എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കണ്ടേ? ഒന്നുകൂടെ പറയാം. സ്കൂളിൽ 55% പെൺകുട്ടികളാണ്, ബാക്കി 45% ആൺകുട്ടികളാണ്. 90% പെൺകുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂളിലെ പെൺകുട്ടികളുടെ 10% പേര് തോറ്റു എന്നാണ്. 80% ആൺകുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി 20% ആൺകുട്ടികൾ തോറ്റു എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുപിടിക്കാം. 55% ഉള്ളതിൽ 10% പെൺകുട്ടികൾ തോറ്റു. 55ൻ്റെ 10% 5.5%. അപ്പോൾ തോറ്റ പെൺകുട്ടികൾ 5.5%. ഇനി ആൺകുട്ടികൾ 45% ഉള്ളതിൽ 20% തോറ്റു. 45ൻ്റെ 10% 4.5, 20% എന്ന് പറഞ്ഞാൽ 9 അപ്പോൾ 9% ആൺകുട്ടികൾ തോറ്റത്. അപ്പോൾ ആകെ തോറ്റ കുട്ടികൾ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 5.5%, 9% കൂട്ടിയാൽ 14.5% എന്ന് കിട്ടും. കുഞ്ഞുങ്ങളെ, ഇതാണ് ഉത്തരവായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതിന് 1600 കുട്ടികൾ എന്നുള്ളത് നമ്മളുടെ സമയം കളയാൻ വേണ്ടി, നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഈ കണക്ക് ചെയ്യാൻ ആക്ച്വലി അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരു റൗണ്ട് കൂടെ പറയട്ടെ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണേ. അതായത് പെൺകുട്ടികൾ സ്കൂളിൽ 55% എന്ന് ആദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള 45% ആൺകുട്ടികളാണ്. പെൺകുട്ടികളിൽ 90% പേര് ജയിച്ചെങ്കിൽ 10% പേര് തോറ്റു കാണും. ആൺകുട്ടികളിൽ 80% പേര് ജയിച്ചെങ്കിൽ ബാക്കി 20% പേര് തോറ്റു കാണും. തോറ്റവർ ആകെ എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പെൺകുട്ടികളിൽ 55% ഉള്ളതിൽ 10% തോറ്റെങ്കിൽ 55ൻ്റെ 10% 5.5%. ഓക്കെ, 45ൻ്റെ 20% 9%. അപ്പോൾ ആകെ തോറ്റത് 9% പ്ലസ് 5.5%, 14.5% കുട്ടികളാണ് ആകെ തോറ്റത്. അടുത്ത ചോദ്യം, എയുടെ 30%, ബിയുടെ 20% ആയാൽ A+B = B - A എത്രയാണ് അല്ലേ.
സോ എയുടെ 30% എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 30/100 എന്നാണ് കിട്ടുന്നത്. ആണോ മക്കളെ? ഇതാണ് ബിയുടെ 20%. ബിയുടെ 20% എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു 20/100 അല്ലേ? എയുടെ 30% എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 30/100. ബിയുടെ 20% എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു 20/100. ഓക്കെ, ഓപ്പോസിറ്റ് കിടക്കുന്ന 100 രണ്ടും വെട്ടിക്കളയാം അല്ലേ? ഇതിനെയും 10 വെച്ച് വെട്ടാം. അപ്പോൾ ഇത് 3 എന്നും ഇത് 2 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് 3a = 2b എന്ന് കിട്ടും. ഓക്കെ, സമത്തിൻ്റെ അപ്പുറേ ഇപ്പുറേ ഒരേപോലെ കിടക്കുന്ന വെട്ടിക്കളയാവേ, അതുകൊണ്ട് 100 വെട്ടിക്കളഞ്ഞു. ഇനി 30 20 10 വെച്ച് വെട്ടാം, 3 തവണ 2 തവണ. അപ്പോൾ 3a = 2b എന്ന് വരും. അതിൽ നിന്ന് a/b = 2:3 എന്ന് കിട്ടും. ഓക്കെ, a/b = 2:3. ഇനി a+b കാണണം. a+b എന്ന് പറഞ്ഞാൽ നമ്മളെ a+b b - a അല്ലേ കാണണ്ടേ? a+b എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം കൂട്ടുക 5. b - a എന്ന് പറഞ്ഞാൽ 3-ന്ന് 2 കുറയ്ക്കുക 1. സോ ആൻസർ 5:1 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 5:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയങ്ങളിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും വിജയിച്ചവരുടെ ശതമാനം എത്ര? ഓക്കെ, അപ്പം 40% പേര് ഇംഗ്ലീഷിന് പരാജയപ്പെട്ടവരാ, അത് എക്സും. ഓക്കെ, ഇനി 53% പേര് ഗണിതത്തിന് പരാജയപ്പെട്ടവരാ, മാത്സിന്, അത് വൈയും. ഇനി 15% പേര് 2നും പരാജയപ്പെട്ടവരാ, ഇംഗ്ലീഷിനും മാത്സിനും, അത് ഇസഡും ആണെങ്കിൽ 2നും വിജയിച്ചവരുടെ ശതമാനം കാണാൻ 100 - x + y - z ചെയ്താൽ മതി എന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 100 - x എത്രയാണ് മക്കളെ? 40 + 53 - 15 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഇത് 93 - 15 എന്ന് വരും അല്ലേ? 93 - 15 എന്ന് പറഞ്ഞാൽ നമുക്ക് 78 എന്ന് കിട്ടും. അപ്പം 100 - 78 = 22 എന്നാണ് ആൻസർ കിട്ടുന്നത്. 22%. ആൻസർ ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്. ഇത് ഇക്വേഷൻ വൈ ചെയ്യുന്ന മെത്തേഡാണ്. ഇങ്ങനെ ഇക്വേഷൻ വൈ ചെയ്യാം. ഒരെണ്ണം എക്സ് ഒരെണ്ണം വൈ, രണ്ടും കൂടി ഉള്ളത് ഇസഡുമായിട്ട് എടുത്താൽ 100 - x + y - z ചെയ്താൽ മതി എന്ന് ഓർക്കാം. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ വെൻ ഡയഗ്രം ഉപയോഗിച്ചും ഈ ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് ആദ്യത്തെ ഒരു സർക്കിൾ വരയ്ക്കുക, അതിനെ ഓവർലാപ്പ് ചെയ്ത് അടുത്ത സർക്കിൾ വരയ്ക്കുക. എസ്, ഇനി ആദ്യത്തെ സർക്കിളിൽ ഉള്ള ആളുകൾ ഇംഗ്ലീഷിന് ജയിച്ചവരാണ് അല്ലേ? ഇംഗ്ലീഷിന് തോറ്റവരാണ് 40%. ആദ്യത്തെ സർക്കിളിലുള്ളവർ ഇംഗ്ലീഷിന് തോറ്റവർ. ഓക്കെ, രണ്ടാമത്തെ സർക്കിളിലുള്ളവർ മാത്സിന് തോറ്റവർ, നടുക്ക് വരുന്നവർ 2നും തോറ്റവർ, അത് 15%. 2നും തോറ്റവർ 15%. അപ്പം ഇംഗ്ലീഷിന് മാത്രം തോറ്റവരെ കണ്ടുപിടിക്കാം. ഇതാണ് ഇംഗ്ലീഷിന് മാത്രം തോറ്റത്. ഇംഗ്ലീഷിന് തോറ്റ 40%-ൽ നിന്ന് 2നും തോറ്റ 15% കുറച്ചാൽ ഇംഗ്ലീഷിന് മാത്രം തോറ്റവരുടെ ശതമാനം കിട്ടും. അത് 25%. ഓക്കെ, ഇനി മാത്സിന് മാത്രം തോറ്റവരെ കണ്ടുപിടിക്കാം. മാത്സിന് തോറ്റ 53% ആളുകളിൽ നിന്ന് 2നും തോറ്റ 15% ആളുകളെ കുറച്ചാൽ മാത്സിന് മാത്രം തോറ്റവരെ കിട്ടും. അത് 38% അല്ലേ? അപ്പം ഇതും കൂടെ ആകുമ്പം ആകെ എല്ലാം ഫില്ലാകും. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 + 15 + 38 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 78. അപ്പോൾ 78% ആളുകൾ ഇതിനകത്തായിട്ടുണ്ട്. ബാക്കി 22% ആളുകൾ പുറത്താണ്. അവരാണ് 2നും ജയിച്ചവർ. 2നും തോറ്റവർ ഇവിടെ വരും. ഇംഗ്ലീഷിന് മാത്രം തോറ്റവർ ഇവിടെ വരും. മാത്സിന് മാത്രം തോറ്റവർ ഇവിടെ വരും. അപ്പം ബാക്കിയുള്ളവരെല്ലാം 2നും ജയിച്ചവരായിരിക്കും. അവർ പുറത്തായിരിക്കും. അത് 22% ആയിരിക്കും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 75% 15ആണ്. ഏത് സംഖ്യയുടെ 75% 15ആണ്? അപ്പം 75% 15ആണെന്ന് തന്നിട്ടുണ്ട്. ആ സംഖ്യ കാണാൻ 100% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ മക്കളെ? 75% 15ആണ്, 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാമല്ലോ. ചെയ്യുമ്പം 100 × 15 ഡിവൈഡഡ് ബൈ 75 എന്ന് കിട്ടും. ഇതും വെട്ടിപ്പോവും. 5, ആൻസർ 20 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത് 9ൻ്റെ 26%. 9 × 26/100. ഓക്കെ. പ്ലസ് 15ൻ്റെ 42%. 15 × 42/100 ഈസ് ഈക്വൽ ടു 27ൻ്റെ x%. 27 × x/100. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. മക്കളെ, എല്ലാത്തിലും 100 കോമൺ അല്ലേ? അപ്പം ഈ ഒരു ടേമിൽ 100 കോമണാണ്. 1/100 കോമണാണ്. ഇവിടെ 1/100 കോമണാണ്. ഇവിടെ 1/100 കോമണാണ്. അവനെ പുറത്തെടുക്കുകയാണെങ്കിൽ വെട്ടിക്കളയാൻ എളുപ്പമുണ്ട് അല്ലേ? അപ്പോൾ ആ സ്റ്റെപ്പ് എഴുതണം എന്നില്ല. ഇനി മനസ്സിലാൻ വേണ്ടി ഞാൻ എഴുതിയേക്കാം. 1/100 ഇവിടുന്ന് ആദ്യത്തേതിൽ നിന്ന് പുറത്തെടുത്താൽ 9 × 26 അവിടെ ബാക്കിയുണ്ട്. 9 × 26 ഗുണിക്കുമ്പം 234 എന്ന് കിട്ടും. പ്ലസ് ഇനി ബാക്കി ഇവിടെ 15 × 42 ബാക്കിയുണ്ട്. 15 × 42 630 എന്ന് കിട്ടും. ഓക്കെ. ഈക്വൽ ടു ഇവിടുന്ന് 1/100 പുറത്തെടുക്കുമ്പോൾ ബാക്കി 27x കിടപ്പുണ്ട് അല്ലേ? നമുക്ക് ആദ്യം ഈ 1/100 1/100 വെട്ടിക്കളയാം. ഇവന്മാരെ തമ്മിലങ്ങ് കൂട്ടുമ്പം 630 പ്ലസ് 234 ചെയ്യുമ്പം 864 കിട്ടും. എക്സ് കാണാൻ ആ 27 താഴേക്ക് വരും. 864/27 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പം 27 ചെയ്യുമ്പം നമുക്ക് 32 എന്നാണ് മക്കളെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതിവിടെ വെട്ടിക്കളഞ്ഞ് ചെയ്താൽ മതി. 27 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? ഇത് 3 തവണ അല്ലേ? 86ൽ 9 തവണ 9 81 വരെ. ബാക്കി ശിഷ്ടം 5. 54ൽ 6 തവണ. കണ്ടോ? 96/3 32 എന്ന് കിട്ടും. അങ്ങനെയാണ് 32 വന്നത്. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 32 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ വർഷവും 15% വീതം ഇ വേസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. 2020 20 കോടിയുണ്ട് എങ്കിൽ 2024 ആകുമ്പം എത്ര ടൺ ഇ വേസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത അല്ലേ? അതായത് 20 കോടിയുണ്ട് 2020 ആണോ? അടുത്ത വർഷം 2021 ആകുമ്പോൾ 15% വർദ്ധിക്കും. 115/100. 2022 ആകുമ്പോൾ വീണ്ടും 15% വർദ്ധിക്കും. 115/100. 2023 ആകുമ്പോൾ വീണ്ടും 15% വർദ്ധിക്കും. 115/100. 2024 ആകുമ്പോൾ വീണ്ടും 15% വർദ്ധിക്കും. 115/100 അല്ലേ? സോ ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടോ? അത് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്ന സമയം കളയാൻ വേണ്ടി തന്നതാണേ. നമുക്ക് 20 വെച്ച് വെട്ടിക്കളയാം മക്കളെ. ഇത് 5 വെച്ച് വെട്ടിക്കളയാം മക്കളെ. ഇത് 23, ഇത് 20 അല്ലേ? ഇതും 23, ഇത് 20 ആണോ? ഇതും 23, ഇത് 20. യെസ്. ഇതും 23, ഇത് 20. ഓക്കെ. ഈ 20ഉം ഈ 20ഉം കൂടെ വെട്ടിക്കളയാം. ബാക്കി 23 × 23 × 23 × 23 × 23 × 23 ചെയ്യുമ്പം നമുക്ക് 27, 98, 41 വരും. ബൈ 20 × 20 × 20 ചെയ്യുമ്പം 8, 3, 0 വരും. ഇത് സോൾവ് ചെയ്യുമ്പം നമുക്ക് 34.98 സംതിങ്ങാണ് വരുന്നത്. സോൾവ് ചെയ്ത് സമയം കളയാൻ വേണ്ടി തന്ന ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the value of x is 25% more than that of y, then the value of y is less than by അല്ലേ?
ഈ മോഡൽ ചോദ്യങ്ങൾ കണ്ടു, ഒരാളുടെ വരുമാനം മറ്റൊരാളുടെ വരുമാനത്തേക്കാൾ ഇത്ര ശതമാനം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങളിൽ ഒരേ ഒരു സംഖ്യയെ ചോദ്യത്തിൽ കാണത്തുള്ളൂ, ആ സംഖ്യ എഴുതി 25 അല്ലേ. ഇനി അത് കഴിഞ്ഞുള്ള വാക്ക് കൂടുതൽ എന്നാണോ കുറവ് എന്നാണോ നോക്കണം. ഇവിടെ കൂടുതൽ എന്നാണ്, 100നോട് കൂട്ടി താഴെ എഴുതണം, 125 × 100 ആയിരിക്കും ഉത്തരം. മക്കളെ ഇതും വെട്ടിപ്പോയി, 5 100/5 ആൻസർ 20% നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം 75ൻ്റെ 20% അല്ലേ, 180ൻ്റെ 45% കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ്. 75ൻ്റെ 20% എളുപ്പമാണ്. 75ൻ്റെ 10% 7.5, 20% 15 അല്ലേ. പ്ലസ് 180ൻ്റെ 45% കാണാൻ 1% 1.8 ആണ്. അപ്പം 45% × 45 ചെയ്താൽ പോരെ. സോ 1.8 × 45 ചെയ്യണം അല്ലേ. ഇത് നമുക്ക് 81 കിട്ടും മക്കളെ. സോ 15 + 81 ആൻസർ 96 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ ഇന്ന് കുറേ നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്